സദേൺ റെയിൽവേ അവരുടെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. മൊത്തം 2438 വേക്കൻസിയുമായാണ് പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൽ അപേക്ഷിക്കുന്നതിനുള്ള മിനിമം യോഗ്യത SLCയും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITയുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്രന്റീസ്ഷിപ്പ് പോസ്റ്റിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വിളിച്ചിരിക്കുന്നത് മൊത്തം 3 യൂണിറ്റുകളിലായാണ്. ആദ്യത്തേത് സെൻട്രൽ വർക്ക്ഷോപ്പ് ഗോൾഡൻ റോക്ക്, രണ്ടാമത്തേത് ക്യാരേജ് വർക്ക്സ് പേരാമ്പൂർ, മൂന്നാമത്തേത് സിഗ്നൽ ആൻഡ് ടെലികോം വർക്ക്ഷോപ്പ് പോടന്നൂർ. ഇതിൽ പോടന്നൂർ ഡിവിഷനിലാണ് കേരളം ഉൾപ്പെടുന്ന വേക്കൻസി വരുന്നത്. കേരളത്തിൽ 2 ഡിവിഷനുകളിലാണ് വേക്കൻസി ഉള്ളത്. ആദ്യത്തേത് തിരുവനന്തപുരം ഡിവിഷനും രണ്ടാമത്തേത് പാലക്കാട് ഡിവിഷനും. ഇങ്ങനെ പോടന്നൂരിൽ മൊത്തം 4 ഡിവിഷനാണുള്ളത്. ആദ്യത്തേത് S&T വർക്ക്ഷോപ്പ് പോടന്നൂർ ITI, 2 തിരുവനന്തപുരം ഡിവിഷൻ, അടുത്തത് പാലക്കാട് ഡിവിഷൻ, അടുത്തത് സേലം ഡിവിഷൻ എന്നിങ്ങനെ 4 ഡിവിഷനാണുള്ളത്. തിരുവനന്തപുരം ഡിവിഷനിൽ വന്നിരിക്കുന്ന വേക്കൻസികൾ വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഇലക്ട്രോണിക് മെക്കാനിക്ക്, പ്ലംബർ, ഡീസൽ മെക്കാനിക്ക്, പെയിൻറ്റർ എന്നീ തസ്തികകളിലേക്കാണ്. അടുത്തത് പാലക്കാട് ഡിവിഷനാണ്. പാലക്കാട് ഡിവിഷനിൽ വന്നിരിക്കുന്ന വേക്കൻസി പ്ലംബർ, കാർപ്പൻ്റർ, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, പെയിൻറ്റർ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, കോപ്പ, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്ക്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറി അസിസ്റ്റന്റ് എന്നീ പോസ്റ്റുകളിലാണ് പാലക്കാട് ഡിവിഷനിൽ വേക്കൻസി വന്നിരിക്കുന്നത്. ഇങ്ങനെ ധാരാളം ഡിവിഷനുകളുണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടംപോലെ തന്നെ ട്രേഡുകൾ ഉള്ളതിനാൽ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ അപേക്ഷ അയക്കുന്നതിനുള്ള അവസാന തീയതി ആഗസ്റ്റ് 12, 2024 വൈകുന്നേരം 5 മണി വരെയാണ് അപേക്ഷ അയക്കുന്നതിനുള്ള സമയം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.